ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, എൻ്റെ പേര് വിപിൻ വിൻസെൻ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. കഴിഞ്ഞ 10 വർഷത്തിന് മേലെയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനു മുമ്പ് എംപ്ലോയ്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ സ്റ്റുഡൻസിന് CA സ്റ്റുഡൻസിന് കോച്ചിങ്ങും അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് മെൻറ്ററിങ്. അപ്പോൾ ഓവർ ദി 20 ഇയേഴ്സ് ഞാൻ CEO ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ഞാൻ ഈ വീഡിയോൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്, പല പാരൻസിൽ നിന്നും ഞങ്ങൾക്ക് കോൾസ് വരാറുണ്ട്. ആരിൽ നിന്നും വൈ CA എന്നുള്ളൊരു ചോദ്യം വന്നിട്ടില്ല. കാരണം ഒരുവിധം എല്ലാവർക്കും തന്നെ CA പ്രൊഫഷനെ പറ്റി ക്ലിയറായിട്ട് അറിയാം, അതിൻ്റെ സ്കോപ്പ് അറിയാം, ക്രെഡിബിലിറ്റി അറിയാം, എംപ്ലോയബിലിറ്റി അറിയാം, ചാർട്ടേഡ് അക്കൗണ്ടൻസിന് സൊസൈറ്റിയിലുള്ള റെപ്യൂട്ടേഷനെ പറ്റിയും അറിയാം. പക്ഷേ ഇവിടെ എല്ലാവരുടെയും കൺസേൺ അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരാറുള്ളത്, CA ചെയ്താൽ പാസ്സാവുമോ, അതോ CA എന്ന് പറയുന്ന കോഴ്സ് ടഫാണോ എന്നുള്ളതാണ്. അതിന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഒരേ ഒരു ഉത്തരമേ പറയാനുള്ളൂ: CA ടഫാണ്. ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ പോലെ CAയും ടഫാണ്. പക്ഷെ നമുക്കറിയാം, ഇന്ത്യയിലെ ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആയാലും, സിവിൽ സർവീസ് ആയാലും, CA ആയാലും, എല്ലാം എയിം ചെയ്യുന്നത് ആവറേജ് സ്റ്റുഡൻസിനെയാണ്. ആവറേജ് സ്റ്റുഡൻസ്, അങ്ങനെയാണ് സിലബസ് എല്ലാം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂളിംഗ് ലെവലിലുള്ള ഒരു സിസ്റ്റമല്ല പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ, CA ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് CAനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ആരും തോറ്റിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാവരും പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, പഠിക്കുന്നവരെല്ലാം പാസ്സാവുന്ന കോഴ്സാണ് CA. പക്ഷേ നമുക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിക്കുമ്പോൾ സ്കൂൾ ലെവലിൽ നല്ല മാർക്സ് കിട്ടി, +2-നൊക്കെയും എല്ലാം A+ കിട്ടിയിരിക്കുന്ന പല സ്റ്റുഡൻസും CA വന്നിട്ട് ഫെയിലാവുന്നവരുണ്ട്. ഈവൻ BCom റാങ്ക് ഹോൾഡേഴ്സ് വരെ CAക്ക് വന്നിട്ട് ഫെയിലായിട്ടുണ്ട്. അത് നിങ്ങൾ കോമൺ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊക്കെയും CAക്ക് പോകാനായിട്ട് അന്വേഷിക്കുന്ന സമയത്ത് ആദ്യം ചെന്ന് അന്വേഷിക്കുക ഇങ്ങനെയുള്ള സ്റ്റുഡൻസിലായിരിക്കും. കാരണം നന്നായിട്ട് പഠിച്ചു വന്നിരുന്ന് CAക്ക് പോയിരിക്കുന്നവരോടായിരിക്കും പോയി അന്വേഷിക്കുക. പക്ഷേ പലപ്പോഴും അവർ ഫെയിലായതായിട്ട് നമുക്കറിയാൻ പറ്റാറുണ്ട്. പക്ഷെ പാസ്സായിരിക്കുന്നവരോട് ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അവരെല്ലാം ആവറേജ് ഓർ ബിലോ ആവറേജ് ആയിരിക്കും സ്കൂളിംഗ് ലെവലിൽ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ CAക്കും വരുന്ന സമയത്ത് അവർ പഠിച്ച് പാസ്സായിട്ടുണ്ടാവും. ഇതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ CA ടഫാണ്, പക്ഷേ സിസ്റ്റമാറ്റിക് അപ്രോച്ചിലോടുകൂടി CA ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. സ്റ്റുഡൻസിൻ്റെയൊക്കെ റേഞ്ച് ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. CA ക്വാളിഫൈ ചെയ്തിരിക്കുന്നവരുടെ റേഞ്ച് എന്ന് പറയുന്നത് ആവറേജ് സ്റ്റുഡൻസാണ്. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്: പ്രാക്ടീസ്, ഹാർഡ് വർക്ക്, ഇത് മാത്രമാണ് CAയുടെ സൊല്യൂഷനായിട്ടുള്ളത്. IQ, യെസ് ഇറ്റ് മാറ്റേഴ്സ്, പക്ഷേ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹാർഡ് വർക്കും സിസ്റ്റമാറ്റിക് അപ്രോച്ചും മാത്രമാണ്. ഇപ്പോൾ ഇതാണ് ഒരു മെയിൻ റീസണായിട്ട് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോർമലി വരുന്നത് എൻ്റയർ പ്രോസസ് ഓഫ് CA എഡ്യൂക്കേഷനാണ്. നമുക്കറിയാം, CA കോഴ്സ് റെഗുലേറ്റ് ചെയ്യുന്നത് പാർലമെൻറ്റ് അപ്രൂവ് ചെയ്ത ഒരു ആക്ടിൻ്റെ ബേസിലാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949. ഇന്ത്യ ഒട്ടുക്ക് എന്ന് തന്നെയല്ല, വേൾഡ് വൈഡ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു സെൻട്രൽ കൗൺസിലുണ്ട്, ഡൽഹി ബേസ്ഡ് ആയിട്ട്. അതിന് പല റീജിയണൽ ഓഫീസുകളുണ്ട്. അപ്പോൾ നോർമലി സൗത്ത് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസ് വരുന്നത് ചെന്നൈയിലാണ്. ഇതാണ് എഡ്യൂക്കേഷനും എക്സാമിനേഷനും ആർട്ടിക്കിൾഷിപ്പ് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു യൂണിവേഴ്സിറ്റി മാത്രമാണ്, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ കൗൺസിലാണ്, അല്ലെങ്കിൽ സെൻട്രൽ കൗൺസിലിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസാണ് CA കോഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. റീസെൻ്റായിട്ട് കുറച്ച് ചേഞ്ചസ് CA സ്കീമിൽ വന്നിരുന്നു. ഇപ്പോൾ പണ്ട് ഉണ്ടായിരുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് CPT, കോമൺ പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞത് മാറിയിട്ട് ഇപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ സ്കീം എന്ന് പറയുന്നത് 2
റൂട്ടാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് എൻട്രി റൂട്ട്, മറ്റൊന്ന് ഫൗണ്ടേഷൻ എന്ന് പറയും. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സി എക്ക് ഫൗണ്ടേഷൻ ലെവലിലാണെങ്കിൽ 3 ലെവലാണുള്ളത്. ഫൗണ്ടേഷൻ സ്കീമാണെങ്കിൽ 3 ലെവലാണുള്ളത്. ഫസ്റ്റ് വൺ ഫൗണ്ടേഷൻ എന്ന് പറയുന്നു, അതിനെ എൻട്രൻസ് എക്സാമായിട്ടാണ് കൺസിഡർ ചെയ്യുക. സെക്കൻഡ് വൺ ഇൻ്റർമീഡിയറ്റ് ലെവൽ, തേർഡ് ലെവൽ ഫൈനൽ. ഫൈനലും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സി എ ക്വാളിഫൈഡ് ആണ്. ഫൗണ്ടേഷൻ +2 കഴിഞ്ഞിരിക്കുന്ന, +2 കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 എക്സാം അപ്പിയർ ചെയ്താൽ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. എക്സാം അപ്പിയർ ചെയ്താൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് 4 മാസത്തിനുള്ളിലാണ് നിങ്ങളുടെ എക്സാം വരിക. എക്സാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഇയർലി ട്വൈസ് ആണ്. ഇയർലി ട്വൈസ് എന്ന് പറയുമ്പോൾ നവംബർ ആൻഡ് മെയ് ഈ 2 മാസങ്ങളിലായിരിക്കും എക്സാംസ് ഉണ്ടാവുക. എക്സാംസിന് മുമ്പ് 4 മാസം മുമ്പെങ്കിലും രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടാവണം. ഫൗണ്ടേഷൻ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഫൗണ്ടേഷൻ എക്സാം നവംബറിലാണ് എഴുതുന്നതെങ്കിൽ 2.5 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സിൻ്റെ ഉള്ളിലാണ് റിസൾട്ട് വരിക. ഫൗണ്ടേഷൻ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് 2 ഗ്രൂപ്പാണുള്ളത്. ടോട്ടൽ 8 സബ്ജക്ട്സ് ആണുള്ളത്. ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾക്ക് 4 സബ്ജക്ട്സ് ആണുള്ളത്. ഇൻ്റർമീഡിയറ്റ് ലെവലിൽ 2 ഗ്രൂപ്പ്, 4 സബ്ജക്ട്സ് ഈച്ച്, 8 സബ്ജക്ട്സ് ആണുള്ളത്. ഈ എക്സാം വരുന്നത് ഇൻ്റർമീഡിയറ്റിന് രജിസ്റ്റർ ചെയ്തിട്ട് 8 മാസം കഴിഞ്ഞിട്ടാണ് ഇൻ്റർമീഡിയറ്റിൻ്റെ എക്സാം എഴുതുക. അപ്പോൾ നോർമലി നവംബർ എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റിനെ അപേക്ഷിച്ചിട്ട് ജനുവരിയിലായിരിക്കും അവർ ക്ലിയർ ചെയ്യുക. ജനുവരിയിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നവംബറിലായിരിക്കും അവരുടെ ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതുക. ഇൻ്റർമീഡിയറ്റ് എക്സാം ഗ്രൂപ്പ് വൈസാണ് എഴുതുക. ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ്സ് ക്ലിയർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ആർട്ടിക്കിൾഷിപ്പ് മീൻസ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കീഴിൽ 3 വർഷം പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിനിങ് അണ്ടർഗോ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത്. വെൽ റെഗുലേറ്റഡ് ആണ്. ആർട്ടിക്കിൾ ക്ലർക്ക് എന്ന് പറയുന്നവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. 3 ഇയേഴ്സ് ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ആർട്ടിക്കിൾഷിപ്പിൻ്റെ ലാസ്റ്റ് 6 മന്ത്സിൽ ആണ് ഫൈനൽ എക്സാം എഴുതാൻ പറ്റുക. ഫൈനൽ എക്സാം ലാസ്റ്റ് 6 മന്ത്സിൽ എഴുതിയിട്ട് ഫൈനൽ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുക. സി എ ഫൈനൽ എക്സാമിനും ഇൻ്റർമീഡിയറ്റ് പോലെ തന്നെ 8 പേപ്പേഴ്സാണുള്ളത്. 2 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 4 സബ്ജക്ട്സ് ഈച്ച്. ഫൈനൽ എക്സാം ക്ലിയർ ചെയ്തു, 3 ഇയേഴ്സ് ഓഫ് ആർട്ടിക്കിൾഷിപ്പും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി എ എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റഡ് ആണ്. യു ആർ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് പ്രൊസീജിയേഴ്സ് ആണ്. മെമ്പർഷിപ്പ് പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ദി ഗവേണിംഗ് ബോഡിയാണ് സി എ കോഴ്സിൻ്റെയും മെമ്പേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെമ്പർഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്യുക, മെമ്പർഷിപ്പ് കിട്ടുക. അപ്പോൾ നിങ്ങൾ അസോസിയേറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക, ACA. ACA എന്ന് പറയുന്ന മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ 5 ഇയേഴ്സ് പ്രാക്ടീസോ എംപ്ലോയ്മെൻറ്റോ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെലോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നുള്ള റെക്കഗ്നേഷൻ ആയിരിക്കും കിട്ടുക. FCA എന്നാണ് പറയുക. ഇതാണ് എൻ്റയർ കോഴ്സിൻ്റെ പ്രോസസ്സായിട്ട് വരിക ഫൗണ്ടേഷൻ റൂട്ടിൽ വരികയാണെങ്കിൽ. അപ്പോൾ ഫൗണ്ടേഷൻ റൂട്ടിൽ വരികയാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 5 ഇയേഴ്സാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ എൻ്റയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഫൗണ്ടേഷൻ റൂട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അടുത്തത് ഡയറക്റ്റ് എൻട്രി റൂട്ടാണ്. ഡയറക്റ്റ് എൻട്രി റൂട്ട് എയിം ചെയ്തിരിക്കുന്നത് ഗ്രാജുവേറ്റ്സിനെയാണ്. ഫൗണ്ടേഷൻ റൂട്ട് നമുക്കറിയാം +2 കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിനെയാണ് എയിം ചെയ്തിരിക്കുക. ഡയറക്റ്റ് എൻട്രി ഗ്രാജുവേറ്റ്സിനെയാണ്. BCom അതുപോലെ തന്നെ കോമേഴ്സ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ സയൻസോ വേറെ ഏതെങ്കിലും സ്ട്രീമായിട്ടുള്ള ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും, BCom ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ 55% മാർക്സ് ഉണ്ടെങ്കിൽ, അതർ സ്ട്രീം ആണെങ്കിൽ 60% മാർക്സ് ഉണ്ടെങ്കിൽ CAയിലേക്ക് ഡയറക്റ്റ് എൻട്രി ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് എൻട്രി മീൻസ് ഫൗണ്ടേഷൻ എക്സാം എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് ഇൻ്റർമീഡിയറ്റിലേക്ക് എൻറോൾ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ ഒരു ഡിഫറൻസ് നോട്ട് ചെയ്തിരിക്കുക. ഫൗണ്ടേഷൻ സ്കീമാണെങ്കിൽ
ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞിട്ട് ഇൻ്റർമീഡിയറ്റിന് കോഴ്സ് രജിസ്റ്റർ ചെയ്ത് ഇൻ്റർമീഡിയറ്റിൻ്റെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ്സോ ക്ലിയർ ചെയ്താൽ മാത്രമേ ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഡയറക്റ്റ് എൻട്രി സ്കീമിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി റൂട്ടിനെ അപേക്ഷിച്ച് ബികോം കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിന് ഡയറക്റ്റായിട്ട് ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഡയറക്റ്റായിട്ട് ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങിയിട്ട് 9 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ, മീൻസ് ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് 9 മാസം ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതാൻ പറ്റുക. അപ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇതാണ്, ഫൗണ്ടേഷൻ റൂട്ടിലുള്ളവർ ഇൻ്റർമീഡിയറ്റ് എക്സാമിന് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് റെഗുലർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിച്ച് എക്സാം എഴുതുമ്പോൾ ഡയറക്റ്റ് എൻട്രിയിൽ വരുന്ന സ്റ്റുഡൻസ് നോർമൽ ഓഫീസ് അവേഴ്സിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് കിട്ടുന്ന 1 മാസമോ 2 മാസമോ കിട്ടുന്ന ലീവിൽ പഠിച്ചാണ് ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതുക. 2 കാറ്റഗറി 2 റൂട്ടിൽ വരുന്നവരും എഴുതുന്ന സെയിം എക്സാം ആയിരിക്കും. 9 മന്ത്സ് കഴിഞ്ഞിട്ടാണ് അവരുടെ എക്സാം വരിക. ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ചെയ്താൽ എഗെയിൻ ഫൗണ്ടേഷൻ റൂട്ട് പോലെ തന്നെ ആർട്ടിക്കിൾഷിപ്പിൻ്റെ ലാസ്റ്റ് 6 മന്ത്സ് 3 ഇയേഴ്സ് ആർട്ടിക്കിൾഷിപ്പിൻ്റെ ലാസ്റ്റ് 6 മന്ത്സിൽ ഫൈനൽ എക്സാം എഴുതാം. ഫൈനൽ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് എൻട്രി റൂട്ടിന് ആക്ച്വലി ഒരു 3.5 ഇയേഴ്സ് കൊണ്ട് CA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ റൂട്ടിലാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് 5 ഇയേഴ്സ്, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും കംപ്ലീഷൻ ഡേറ്റ് വെച്ച് വരുമ്പോൾ. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫൗണ്ടേഷൻ റൂട്ടിൽ വരുന്ന സ്റ്റുഡൻസാണ് കൂടുതലും പാസ്സാവുന്നത്. കാരണം ഇൻ്റർമീഡിയറ്റ് അവർ പഠിക്കുക മാത്രം ചെയ്തിട്ടാണ് എക്സാം എഴുതുക. ഡയറക്റ്റ് എൻട്രി റൂട്ടിലുള്ളവർ നോർമൽ ഓഫീസ് അവേഴ്സ്, നോർമൽ ഓഫീസ് പ്രഷറെല്ലാം ഹാൻഡിൽ ചെയ്തിട്ട് കിട്ടുന്ന സമയത്ത് പഠിച്ചുകൊണ്ടായിരിക്കും ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതുക. ഈ ഒരു ഡിഫറൻസാണ് ഡയറക്റ്റ് എൻട്രി റൂട്ടിലുള്ളത്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുകയും ഡിറ്റർമിനൻ്റ് ആയിരിക്കുന്ന കുട്ടികളെ അപേക്ഷിച്ച് അതൊരു കൺസേൺ ആയിരിക്കണമെന്നില്ല. എക്സാംസ് 2 മെത്തേഡ് 2 റൂട്ടിലായാലും എക്സാംസ് എന്ന് പറയുന്നത് CAയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയും ചെയ്യാം. ഗ്രൂപ്പ് വൈസാണ് എക്സാംസ് ക്ലിയർ ചെയ്യുക. ഫൗണ്ടേഷൻ ആണെങ്കിൽ 4 സബ്ജക്ട്സാണുള്ളത്. ഈ 4 സബ്ജക്ട്സിലും ഇൻഡിവിജ്വൽ സബ്ജക്ട്സിന് 40% മാർക്കും അഗ്രിഗേറ്റ് മീൻസ് ഓൾ ടുഗദർ പെർസെൻറ്റേജ് 50% വന്നിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ഫൗണ്ടേഷൻ എക്സാം ക്ലിയർ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് 40 മാർക്സിൽ കുറവ് വന്നു കഴിഞ്ഞാൽ എൻറ്റയർ 4 സബ്ജക്ട്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ 4 സബ്ജക്ട്സും 40 എബോവ് മാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടും ടോട്ടൽ അഗ്രിഗേറ്റ് 50%-ൽ 1 മാർക്ക് പോലും കുറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ സബ്ജക്ട്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ എക്സംഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മീൻസ് ഏതെങ്കിലും ഒരു സബ്ജക്ട്സിന് 60% എബോവ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പെസിഫിക് സബ്ജക്റ്റ് നെക്സ്റ്റ് 3 അറ്റംപ്റ്റ്സ് വരെ എഴുതേണ്ടതില്ല എന്ന് പറയുന്ന ഒരു എക്സംഷൻ അവൈലബിൾ ആണ്. അതർവൈസ് എൻറ്റയർ ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. സെയിം സിസ്റ്റം തന്നെയാണ് ഇൻ്റർമീഡിയറ്റിനും ഫൈനലിനും വരിക. ഗ്രൂപ്പ് വൈസ് ആണ് സിസ്റ്റം വരുന്നത്. ഓവറോൾ ഇൻഡിവിജ്വൽ 40%-ഉം അഗ്രിഗേറ്റ് 50%-ഉം മാർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് എൻറ്റയർ എക്സാംസിൻ്റെ സ്കീം ആൻഡ് സിസ്റ്റം. അടുത്തതായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് ക്വറീസ് കോച്ചിങ് ആൻഡ് ആർട്ടിക്കിൾഷിപ്പ് റിലേറ്റഡ് ആണ്. കോച്ചിങ് ആൻഡ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത് CA എവിടെയാണ് പഠിക്കുക, എങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ ആദ്യമേ അറിഞ്ഞിരിക്കുക CA ഒരു സെൽഫ് സ്റ്റഡി സ്കീമിലുള്ള ഒരു കോഴ്സാണ്. സെൽഫ് സ്റ്റഡി സ്കീം എന്ന് പറഞ്ഞാൽ മറ്റു ഡിഗ്രി കോഴ്സുകളെ പോലെയോ അതുപോലെ തന്നെ മാസ്റ്റർ കോഴ്സുകളെ പോലെയോ ഒരു റെഗുലർ സിസ്റ്റത്തിലൂടെയല്ല CAയുടെ പഠന രീതി മുന്നോട്ട് പോവുക. അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്, ഇൻറ്റേർണൽ മാർക്സ് മാൻഡേറ്ററി ആണ്, ക്ലാസ് ടൈമിങ്സ് മാൻഡേറ്ററി ആണ്, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ CAക്ക് സെൽഫ് സ്റ്റഡി സ്കീം ആയതുകൊണ്ട് വേണമെങ്കിൽ സ്വയം ഇരുന്ന് പഠിച്ചും CA ക്വാളിഫൈ ചെയ്യാം. ഒരുപാട് പേര് അങ്ങനെയും പാസ്സായിട്ടുള്ളവരുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. കോച്ചിങ് സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, സബ്ജക്ട്സിന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക, ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നു. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു പ്രിപ്പറേഷനാണ് അവർ നടത്തുക കോച്ചിങ് സെൻറ്റേഴ്സ്. അപ്പോൾ ഒരുവിധം സ്റ്റുഡൻസ് എല്ലാം കോച്ചിങ് സെൻറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൂടി മനസ്സിലാക്കുക, ഈ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല കുട്ടികൾക്ക് ഇൻ്റർമീഡിയറ്റ് പാസ്സാവുമ്പോൾ ആർട്ടിക്കിൾഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ആർട്ടിക്കിൾഷിപ്പും കോച്ചിങ്ങും രണ്ടും രണ്ടാണ്.
ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് കോച്ചിങ് സെൻറ്റേഴ്സുമായിട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ കണക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. സാധാരണ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ എല്ലാ കോച്ചിങ് സെൻറ്റേഴ്സ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാൽ പല കോച്ചിങ് സെൻറ്റേഴ്സും റെഫർ ചെയ്യുമായിരിക്കും. പക്ഷേ CA ഫേംസിനെ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേംസിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് 3 ഇയേഴ്സിൻ്റെ. അപ്പോൾ പല ലെവലിലുള്ള ഫേംസ് ഉണ്ട്. നമുക്കറിയാം, റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്രൊപ്പറേറ്റർഷിപ്പ് ഫേംസ് ഉണ്ടാകാം, പാർട്ട്ണർഷിപ്പ് ഫേംസ്, ഒരു ഓവർ 5 to 10 ഇയേഴ്സ് എക്സിസ്റ്റൻസ് ഉള്ള പാർട്ട്ണർഷിപ്പ് ഫേംസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ബിഗ് 4 ഓഡിറ്റ് ഫേംസ്, ഡെലോയിറ്റ്, EY, PwC, KPMG എന്നൊക്കെ പറയുന്ന പോലെയുള്ള ബിഗ് 4 ഓഡിറ്റ് ഫേംസ് ഉണ്ടാകാം. ഇവിടേക്കൊക്കെയും ആർട്ടിക്കിൾഷിപ്പിന് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഫേംസിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഒരു ഫേമിൽ, ചെറിയൊരു ഫേമിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ടൈം ചിലപ്പോൾ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ എല്ലാം ഇൻഡിവിജ്വലി ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. പക്ഷേ ബിഗ് 4 ഓഡിറ്റ് ഫേമിൽ പോവുകയാണെങ്കിൽ നിങ്ങളൊരു സ്പെഷ്യലൈസേഷനിലേക്ക് ലിമിറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എക്സ്പോഷർ കൂടുതലായിരിക്കും. അങ്ങനെ പല അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അത് ആ സ്റ്റേജിൽ ഓരോരുത്തരുടെയും പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഫേംസ് സെലക്ട് ചെയ്യുക. പക്ഷേ എന്നിരുന്നാലും ബിഗ് 4 ഓഡിറ്റ് ഫേംസിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. മീൻസ് ഇൻ്റർമീഡിയറ്റ്, ഫസ്റ്റ് ചാൻസ്, ബോത്ത് ഗ്രൂപ്പ്സ് ക്ലിയർ ചെയ്യുന്നവരൊക്കെയാണ് പലപ്പോഴും ബിഗ് 4 ഓഡിറ്റ് ഫേംസ് പ്രിഫർ ചെയ്യുക. അവിടെ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് ഉണ്ട്. ഈ ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ സ്റ്റുഡൻസിന് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. സ്റ്റൈഫൻഡ് മിനിമം സ്റ്റൈഫൻഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഓരോ ഫേംസിനും ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ പല ബിഗ് 4 ഓഡിറ്റ് ഫേംസും 15,000 to 20,000 വരെ മന്ത്ലി സ്റ്റൈഫൻഡ് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ സാധാരണ ഫേംസൊക്കെ ആണെങ്കിൽ 2,000, 2,500, 3,000 to 5,000 റേഞ്ചിലൊക്കെ ആയിരിക്കും സ്റ്റൈഫൻഡ് ഉണ്ടാവുക. ഇത്രയൊക്കെയാണ് ആർട്ടിക്കിൾഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ CA എന്ന കോഴ്സിനെ പറ്റി കുറച്ച് ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ CA ടഫാണ്. പക്ഷേ CA ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ കറേജിയസ് ആൻഡ് പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രം. അതും കൂടി ഓർത്തിരിക്കുക. ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ പ്രിവിലേജസൊക്കെയും അനുഭവിച്ച് അറിഞ്ഞതുകൊണ്ട് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുക CA കോഴ്സ് ഓപ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ്. താങ്ക് യു.